എന്നുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? നല്ല മഴയല്ലേ? ഇവിടെയുണ്ട് നല്ല മഴ. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെ അല്ലേ, രാവിലെ കറണ്ടും ഇല്ല. അപ്പോൾ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ അത്യാവശ്യം കറണ്ട് വെച്ച് ചെയ്യേണ്ടാത്ത അരയ്ക്കേണ്ടാത്ത പരിപാടികളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. കാപ്പിയൊക്കെ ഉണ്ടാക്കി. അപ്പം ഒരു വീഡിയോ ഇട്ടേക്കാം എന്നോർത്തു. നിങ്ങളോട് വന്ന് രാവിലെ ഒരു ഇച്ചിരി നേരം സംസാരിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല അന്നത്തെ ദിവസം. അതുകൊണ്ട് രാവിലെ എനിക്ക് വന്നതാണ്. അപ്പം എന്നാണ്ട് ഞാൻ പറയാൻ പോകുന്നേ, നമ്മൾ ഈ ചിലരോട് ചില കാര്യങ്ങൾ ഈ ഗോസിപ്പൊക്കെ പറഞ്ഞു നടക്കില്ലേ, അതായത് അതുപോലെയുള്ളവർ, ചിലർ നുണ പറയുന്നവർ, അങ്ങനെയുള്ളവരോട് നമ്മൾ ചിലപ്പം അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും, അത് നീ പറയണ തെറ്റാട്ടോ, അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയാട്ടോ എന്ന് പറഞ്ഞാൽ അവർ അത്തേ തന്നെ പിടിച്ച് നിൽക്കും ഇല്ലേ? ഞാൻ പറയണ ശരി എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കും. പക്ഷെ നമുക്കറിയാം അവർ പറയണ തെറ്റാന്ന്. ഇനി ചില സമയം ഇവർ പറഞ്ഞൊപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളോർക്കും സത്യമായി ഇവർ പറയണേ എന്നും വിചാരിക്കും ഇല്ലേ? അവർ പറഞ്ഞു വരുമ്പം മുഴുവൻ സത്യമായിട്ട് നമുക്ക് തോന്നുന്ന രീതിയാണ്. പിന്നെ കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും നമ്മളറിയണേ അവർ പറഞ്ഞത് വെറുതെ നുണയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവർ ആധികാരികമായിട്ട് നമ്മളോട് പറയും, അതങ്ങനെ ഏത് ഇൻ്റർനാഷണൽ കാര്യം പോലും ചിലപ്പോൾ ഇവർ സത്യം പോലെ പറയും. നമ്മളതിൽ വിശ്വസിച്ച് പോകും. നമ്മളോർക്കും ഇവർ പറയണത് ശരിയാണല്ലോ, അവർക്ക് ഇച്ചിരി അറിവുണ്ടായിട്ടായിരിക്കും പറയണേന്ന് വിചാരിക്കും. ഒന്നുമില്ലായിരിക്കും കേട്ടോ, അവർക്കൊരറിവും കാണില്ല. അവരാ ചുമ്മാ തട്ടി വിടണമായിരിക്കും, നമ്മളത് കേട്ട് വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ച് ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒരു കടുവയും കഴുതയും കൂടെ കിടന്ന് വഴക്കുണ്ടാക്കുമായിരുന്നു. എന്തിനു വേണ്ടി? പുല്ലിൻ്റെ കളറിന് വേണ്ടിയിട്ട്. കഴുത പറയുന്നു പുല്ലിന് നീല കളറാണ്, അപ്പോൾ കടുവ പറയുന്നു പുല്ലിന് പച്ച കളറാണ്. ഇവരുടെ വഴക്ക് മൂത്തപ്പോൾ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും കൂടെ വന്നുകൂടി. അപ്പം ഏത് കാര്യം എടുത്താലും അമ്മയെ കൊന്നാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്തും രണ്ട് പക്ഷമുണ്ട്. ഒരു കൂട്ടർ പറഞ്ഞു കഴുത പറയണ ശരി, ഒരു കൂട്ടർ പറഞ്ഞു കടുവ പറയുന്ന ശരി എന്ന്. അവസാനം വഴക്ക് മൂത്ത് കഴിഞ്ഞപ്പം ഈ കഴുത പറഞ്ഞു, നിൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണ്, നീ അല്ലെങ്കിൽ ഇവർ പറയണ കേട്ടില്ലേ, ഞാൻ പറയുന്ന ശരി എന്നിങ്ങനെ പറഞ്ഞു. അവസാനം രാജാവായ സിംഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പം സിംഹം കടുവേനെ പിടിച്ച് ജയിലിലിട്ടു. അപ്പോൾ കടുവയ്ക്ക് എന്ത് ചെയ്താൽ പിടിയിട്ടില്ല, ഇതെന്താ സംഭവം ഇതെന്ന്. അപ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ പിരിഞ്ഞു പോകാൻ പറയുന്നു രാജാവ്. എല്ലാവരും അവനവൻ്റെ വീടുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പം നമ്മുടെ കടുവ ജയിലിൽ കിടന്നുകൊണ്ട് രാജാവിനോട് ചോദിച്ചു, രാജാവ് സത്യം പറ, ഈ പുല്ലിനെന്താ കളർ, പച്ച കളറല്ലേ എന്ന് ചോദിച്ചു. അപ്പം രാജാവ് ഒന്നും മിണ്ടാതെ കടുവയുടെ നേരെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, എടാ വിട്ടികളോട് സംസാരിച്ച് സമയം കളയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും കടുവയ്ക്ക് സംശയമായി, ഇതെന്തായി പറയണത് ഇതെന്ന്. അപ്പോൾ പറഞ്ഞു, അവൻ വിട്ടിയാണ്, അവന് വിവരമില്ല. അവൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ നീ അതിനേറ്റേറ്റ് പറഞ്ഞ് അവനെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവന് മനസ്സിലാവുമോ? ഇല്ലല്ലോ. അപ്പം നീയല്ലേ മിണ്ടാതെ, നീയല്ലേ ബുദ്ധിപൂർവ്വം ഒഴിവായി പോരണ്ടേ, നീ എന്തിനാ തർക്കിച്ചുകൊണ്ട് നിന്ന്? പുല്ലിന് പച്ച കളറാന്ന് ഏത് പൊട്ടനും അറിയാം എന്നിങ്ങനെ രാജാവ് പറഞ്ഞു. അപ്പം കടുവ പറഞ്ഞു, എന്തിനാണ് ജയിലിൽ പിടിച്ചിട്ടെന്ന് ചോദിച്ചു. ഇത് വിട്ടികളോട് തർക്കിക്കുന്നതിന് ഉള്ള ശിക്ഷ ഇത് എന്ന് പറഞ്ഞു. എന്നിട്ട് കടുവേനെ ഇറക്കി വിടുകയും ചെയ്തു. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പാഠമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളും ഇങ്ങനെ പലരോട് തർക്കിച്ചോണ്ട് നിൽക്കും ഇല്ലേ? നമുക്ക് അറിയാം സത്യമാണെന്ന് പറഞ്ഞാൽ സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ് നമ്മളങ്ങനെ സത്യം തെളിയിക്കാൻ വേണ്ടി? ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ നമ്മളൊരു 100 പ്രാവശ്യം പറഞ്ഞാലും അവർ മനസ്സിലാക്കുകയില്ല, അവർ തിരുത്തുകയില്ല. ഇനി അത് തന്നെയല്ല, അവർക്ക് ഇനി അത് സത്യമാണെന്ന് മനസ്സിലായാൽ പോലും അവരത് അംഗീകരിച്ച് തരില്ല. കാരണം അവർക്ക് നാണം കെടാൻ കഴിയില്ല. അവർക്കൊരു നാണക്കേട് പോലെ തോന്നണതുകൊണ്ടാണ് അവർ തർക്കിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ എന്തിനാണ് ഇങ്ങനെ നിന്ന് സമയം കളയണേ? നമുക്ക് ആ സമയത്ത് നമുക്ക് 100 കൂട്ടം കാര്യങ്ങൾ, സമയത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. നമുക്കിഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാണ്ട് ആ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവല്ലേ വേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. ചിന്തിച്ച് നോക്കിക്കേ, നമുക്കിങ്ങനെ ഒത്തിരി കാര്യത്തിൽ വരും അല്ലേ? കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോഴും ചിലർ വരും ഇന്ന കോഴ്സാണ് നല്ലതെന്ന് പറയും. അവർക്കൊരറിവും കാണില്ല. അവർ ചുമ്മാ വല്ലവരും പറയണ കേട്ടിട്ട് ഒരു കോഴ്സ് പറയും. നേഴ്സിങ്, എല്ലാവർക്കും നേഴ്സിങ് പറ്റില്ല. പക്ഷെ ചിലർ പറയും നേഴ്സിംഗാണ് നല്ലത്, അതിന് വിട്ടാൽ മതി എന്ന് പറയും. ചില കാരണവന്മാർ അത് കേട്ടിട്ട് മക്കളെ കൊച്ചിന് ഇഷ്ടം പോലും കാണില്ല, അതിനങ്ങ് തല്ലിക്കുത്തി. നമ്മൾ എന്തിനാണ് അങ്ങനെ തീരുമാനിക്കുന്നത്? നമ്മൾ ഒരാളുടെ അഭിപ്രായത്തെ മാനിക്കുക. അയാൾ പറയുന്നത് നേരാണോ, നമുക്ക് പറ്റുന്നതാണോ എങ്കിൽ മാത്രം സ്വീകരിക്കുക. അതല്ലേ വേണ്ടത്. നമുക്ക് ഇഷ്ടമില്ലാത്തതും അവർ പറയുന്നത് ശരിയല്ലാത്ത കാര്യം നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളില്ല. മറ്റുള്ളവർ പറയണ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ആദ്യം തന്നെ നമ്മുടെ സമയത്തിൻ്റെ വില കണ്ടുപിടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അത് തിരിച്ചു കിട്ടില്ലാത്തൊരു സാധനം പിന്നോട്ട് പോകാൻ ഇനി ഒരിക്കൽ പോലും നമുക്ക് സാധിക്കുകയില്ല.
നമുക്ക് നമ്മുടെ മൂല്യം മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വാല്യൂ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റുള്ളവരെല്ലാം നന്നാക്കിയിട്ട് നമ്മൾ നന്നാക്കാം എന്ന് വിചാരിച്ചാൽ ഒരു കാലത്തും നമുക്ക് സാധിക്കില്ല. ശരിയല്ലേ? കാരണം നമ്മുടെ കുടുംബത്തിലൊക്കെ നുണ പറയുന്നുണ്ടല്ലേ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും മക്കളുടെ ഇടയിലും അച്ഛനമ്മമാരുടെ ഇടയിലും ഒക്കെ ഈ നുണക്കാരുണ്ടെന്നേ. ഒരു കൊച്ചു കൊച്ചു നുണകളായിരിക്കും പിന്നീട് അത് വലിയ സംഭവമായി തീരുന്നത്. നിസ്സാര കാര്യത്തിൽ ഒരു നുണ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, കുടുംബജീവിതത്തിലാണെങ്കിൽ ഒരു നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും കാര്യത്തിൽ അവർ സത്യം പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിക്കില്ല. നമ്മളൊന്ന് ആലോചിക്കും, ഇടയ്ക്കിടയ്ക്ക് തട്ടണതാ, പിന്നെ ഇപ്പം എങ്ങനെ വിശ്വസിക്കും എന്നൊരു തോന്നൽ വരും ഇല്ലേ? അത് കേട്ട് തന്നെ മക്കളും പറയും. മക്കളോടൊക്കെ നമ്മൾ നുണ പറയുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറഞ്ഞ് മക്കളെ പഠിപ്പിക്കുമ്പം എപ്പോഴും നമ്മൾ ചിന്തിക്കണം, മക്കളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു കാലത്തും മക്കളും വിശ്വസിക്കില്ല എന്ന്. കുടുംബജീവിതത്തിലും നമ്മുടെ വിശ്വാസക്കുറവ് വരുന്ന ഈ നുണ പറച്ചിൽ കൂടെയുണ്ട്. കാരണം നമ്മൾ അപ്പോഴത്തെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടൊരു നുണ പറയും ഇല്ലേ? നമ്മൾ അപ്പോഴത്തെ കാര്യം കാണാനാണ് ഒരു നുണ പറയുന്നത്. പക്ഷേ അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ ബാധിക്കുന്ന കാര്യമാണെങ്കിലോ, നമ്മൾ ഒരു കാലത്തും അവർ വിശ്വസിക്കില്ലെങ്കിലോ, പിന്നെ നമ്മൾ എന്ത് കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ലേ? അപ്പം നമുക്ക് എപ്പോഴും ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്ന കാര്യം സത്യസന്ധമായിരിക്കണം ഇല്ലേ? ചുമ്മാ രക്ഷപ്പെടാൻ വേണ്ടി പറയാതിരിക്കുക. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സത്യം ഒരിക്കൽ പറഞ്ഞാൽ മതി, ആ സമയത്ത് ഒരു കള്ളം 100 പ്രാവശ്യം പറഞ്ഞാലും അത് തെറ്റിപ്പോകുമെന്നാണ് പറയുന്നത്. അത് തിരിച്ചും മറിച്ചും ചോദിച്ചു വരുമ്പോഴത്തേനും അത് മാറിപ്പോകും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അത്തരം പരിപാടികൾക്ക് നമ്മൾ നിൽക്കാതിരിക്കുക. നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതായത് സത്യസന്ധത, സ്നേഹം, ഒരാളോട് പെരുമാറുന്ന രീതി, ഇതൊക്കെയാണ് നമുക്ക് ഒരു മൂല്യം മറ്റുള്ളവർ തരുന്നത്. നമ്മുടെ ഒരു പുഞ്ചിരി പോലും മറ്റുള്ളവർക്ക് ആശ്വാസം തരുന്നുണ്ട്. മറ്റുള്ളവരെ കേൾക്കാനുള്ളൊരു മനസ്സ് വയ്ക്കുക, ഒരു കരുണ, ദയ, ഇതൊക്കെ ഇതിനകത്ത് പെടുന്നേ. അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മറ്റുള്ളവർ ഇഷ്ടപ്പെടും. അതുമാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. അല്ലാതെ നമ്മൾ ഈ നുണ പറഞ്ഞ് രക്ഷപ്പെടണേ, അപ്പോഴത്തെ ഒരു സുഖത്തിന് വേണ്ടിയല്ലേ രക്ഷപ്പെടുന്നുള്ളൂ. പിന്നെ അത് അറിയുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടൊന്ന് ഓർത്ത് നോക്കി. നമ്മളിപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഒരു നുണ പറഞ്ഞു, പിന്നെ അവരറിഞ്ഞു കഴിയുമ്പോൾ ഉള്ള ഒരു വിഷമം ഒന്ന് ചിന്തിച്ച് നോക്കി. ഞാൻ പറയും നുണയാന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചെയ്യും എന്ന്, അല്ലെങ്കിൽ ഞാനൊരു കള്ളത്തരം കാണിച്ചാൽ പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളൊരു വിഷമമില്ലേ? മിക്കവർക്കും തന്നെ ഉണ്ടാകുന്ന, നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അവരെങ്ങാനും അറിഞ്ഞാലോ എന്നൊരു വിഷമം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകാറില്ലേ? അപ്പം നമ്മൾ പരമാവധി ഇങ്ങനെയുള്ള നുണകൾ, അറിയുന്ന കാര്യങ്ങൾ അറിയുന്ന പോലെ തന്നെ അങ്ങ് പറഞ്ഞേക്കുക. കണ്ട ഞാൻ മാറി നിൽക്കുക, കേട്ട ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് ഓരോ ഉദാഹരണങ്ങളൊക്കെ ഇഷ്ടം പോലെ പറയണത് എന്നാന്ന് വെച്ചാൽ പണ്ട് കാലം തൊട്ട് ഇങ്ങനത്തെ പരിപാടിയുണ്ട്. അതുകൊണ്ടാണ് പണ്ട് കാലത്തെ വീടുകളിലും സമൂഹത്തിലും ഇങ്ങനെ ചെറിയ നുണയന്മാരും നുണച്ചികളും ഒക്കെ ഉണ്ടെന്നേ. അതുകൊണ്ട് തന്നെയാണ് ഈ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഉദാഹരണങ്ങളൊക്കെ അന്നും ഉണ്ടായത് ഇല്ലേ? അപ്പം ഈ കഴുതേനെ പോലെ ആവാതെ ഇരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.